വയനാട് മുള്ളൻകൊല്ലി പാടിച്ചിറയിൽ പാറമട തുടങ്ങാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. പറദീസ പടിഞ്ഞാറേ കവലയിലാണ് കരിങ്കൽ ക്വാറി തുടങ്ങാൻ നീക്കമുള്ളത്. 3 ഗ്രാമങ്ങളുടെ നടുവിലാണ് ഇത്. ഗ്രാമസഭ ചേർന്ന് ഈ നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രമേയം പാസാക്കി. 4 പേരുടെ ഭൂമിയിലാണ് പാറമട തുടങ്ങാൻ നീക്കം. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പാടിച്ചിറ, ഇവിടെ ശ്രുതിക്കവല, പടിഞ്ഞാറേ കവല, പറുദീസ കവല എന്നീ ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളോട് ചേർന്നാണ് ക്വാറി തുടങ്ങാനുള്ള നീക്കമുള്ളത്. ഈ ക്വാറി ഇവിടെ തുടങ്ങുന്നത് ഭയങ്കര ആശങ്കാജനകമായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ളം ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ക്വാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നോടെ രൂക്ഷമാവുകയേ നമുക്ക് ചെയ്യുള്ളൂ. അതുപോലെ പൊടിപടലങ്ങൾ, ഇവിടെ കുട്ടികളുണ്ട്, രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. അവരെല്ലാം താമസിക്കുന്ന ചുറ്റും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ക്വാറി വരിക എന്ന് പറഞ്ഞത് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. 3 ഗ്രാമങ്ങളുടെ നടുവിലാണ് ക്വാറി ആരംഭിക്കാനുള്ള നീക്കം. കർണാടക അതിർത്തിയിൽ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മുള്ളൻകൊല്ലി. 1 കിലോമീറ്റർ ചുറ്റളവിൽ 4 ക്വാറികൾ നിലവിലുണ്ട്. ഈ ക്വാറികൾക്ക് സമീപത്തുള്ളവരുടെ ജീവിതം ദുസ്സഹമാണ്. ഉഗ്രസ്ഫോടനങ്ങൾ മൂലം വീടുകൾ വിണ്ടുകീറുന്ന സ്ഥിതിയുണ്ട്. നിരന്തരം ടൺ കണക്കിന് ഭാരം കയറ്റിയ ലോറികൾ പോകുന്നത് മൂലം റോഡുകൾ തകർന്ന അവസ്ഥ. മറ്റ് മലിനീകരണ പ്രശ്നങ്ങൾ വേറെയും. ഈ സാഹചര്യത്തിലാണ് പാടിച്ചിറ പറുദീസ കവലയിൽ മറ്റൊരു ക്വാറിക്ക് നീക്കമുള്ളത്. ഞങ്ങളുടെ വീടുകളൊക്കെ പൊട്ടി തകർന്ന് ഓരോ വീടുകളും തലയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. ആർക്കും ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ വളരെ ഭീതിയാണ്. കാരണം രാത്രി ഉറങ്ങാൻ വരെ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇവിടെയുള്ള ആൾക്കാർ. ഇപ്പം സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. 50 മീറ്ററിനുള്ളിൽ ക്വാറി പൊട്ടിക്കാമെന്നുള്ള. ഈ 50 മീറ്ററിനുള്ളിൽ അല്ല, 1/2 കിലോമീറ്ററിന് അപ്പുറത്തുള്ള വീടുകളെല്ലാം പൊട്ടിപ്പോയതായിട്ട് ഇവിടെ കാണാൻ കഴിയും. പ്രദേശത്ത് വളർന്നു വരുന്ന കൊളവള്ളി ഇക്കോ ടൂറിസം പദ്ധതിയെയും പാറമട ബാധിക്കുമെന്ന പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നിർദ്ദിഷ്ട ക്വാറിയുടെ 1 കിലോമീറ്റർ മാത്രം അകലെയാണ് വനം വരുന്നത്. ഇവിടുത്തെ അവശേഷിക്കുന്ന കൃഷിയെയും പാറമട ബാധിക്കുമെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ഇവിടെ ജീവിക്കാനുള്ള സാമാന്യതയ്ക്ക് ജീവിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് മനുഷ്യനെ സംബന്ധിച്ചുണ്ട്. ആരോഗ്യത്തെ ബാധിക്കും, ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ തകർന്നു പോകും, കാർഷിക മേഖല തകർന്നു പോകും. പാറമടയ്ക്കെതിരെ വാർഡിൽ ഗ്രാമസഭ വിളിച്ചുയർത്തിരുന്നു. ഇതിൽ എല്ലാവരും ഒരുപോലെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ഖനന നീക്കത്തിനെതിരെ ഗ്രാമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ക്വാറി തുടങ്ങാനുള്ള ശ്രമമുണ്ടായാൽ നിയമ പോരാട്ടത്തിനൊപ്പം പ്രത്യക്ഷ സമരത്തിനും ഒരുങ്ങുകയാണ് നാട്ടുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആ പ്രദേശം പാരിസ്ഥിതികമായി ഒട്ടേറെ സവിശേഷതകൾ ഉള്ള ഒരു പ്രദേശമാണ്. പാറമട വന്നാൽ അത് ജനജീവിതത്തെ മോശമായി ബാധിക്കും. 1 കിലോമീറ്റർ ചുറ്റളവിൽ നിലവിൽ 4 ക്വാറികൾ ഉണ്ട്. അപ്പോഴാണ് മറ്റൊരു ക്വാറിക്കുള്ള നീക്കം കൂടി നടക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ ഈ ചുറ്റുപാട് ഉള്ള വീടുകൾക്ക് ദോഷം വരുന്ന വിധം ഈ ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും സ്വയം ജീവൻ കൊടുത്തിട്ടായാലും ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളതിനു വേണ്ടി നല്ല ഒരുക്കത്തോടു കൂടി തന്നെ നിൽക്കും. ഒരു കഞ്ഞിപ്പരയ്ക്ക് വാനം എടുത്തപ്പം അത് പാറ വെട്ടിക്കളച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വാനം എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെരയിരിക്കുന്നത്. ഈ പെര തകരുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാകുന്നതിലും തുല്യ. നമ്മുടെ ഈ ക്വാറി തുടങ്ങാൻ പോകുന്നതിന് ചുറ്റുവട്ടത്ത് 2 PWD റോഡുണ്ട്, ഒരു പഞ്ചായത്ത് റോഡുണ്ട്. ഇതിൽ 100 കണക്കിന് സ്കൂൾ വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും രാവിലെ പോകുന്നുണ്ട്. തൊട്ടടുത്ത് സ്കൂളുകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തകർച്ച. അതുപോലെ ഒരു റോഡുകൾ ഇവിടെ 10-40 ടൺ ഭാരമുള്ള ലോറികളാണ് ഇവിടുന്ന് കല്ലുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാ റോഡുകളും ഇതിനപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ എല്ലാ റോഡും തകർന്ന് തരിപ്പണമാണ്. നാളെ ഞങ്ങളുടെ ആശങ്കയും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടി അതിനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞങ്ങൾ. 200 മീറ്റർ പരിധിയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇതിന് ക്വാറികൾക്ക് ദൂരപരിധിയുള്ളത്. എന്നാൽ ഇത് 50 മീറ്ററായിട്ട് കേരള ഗവൺമെൻറ്റും ക്വാറി മാഫിയയോട് ചേർന്നിട്ട് 50 മീറ്റർ പരിധിയായിട്ട് കുറച്ചിരിക്കുകയാണ്. ഇത്രയും ജനസാന്ദ്രതയുള്ള മുള്ളൻകൊല്ലി പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ക്വാറി വരാൻ ഒരിക്കലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിന്നു.